പുനലൂർ നഗരത്തിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതുൾപ്പെടെയുള്ള ലക്ഷ്യവുമായി നഗരസഭ സ്ഥാപിച്ച CCTV ക്യാമറകൾ അടുത്ത ആഴ്ച അവസാനത്തോടെ പ്രവർത്തിച്ചു തുടങ്ങും. വിവിധയിടങ്ങളിലായി സ്ഥാപിച്ച ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കി നഗരസഭാ കാര്യാലയവുമായി ബന്ധപ്പെടുത്തുന്ന സാങ്കേതിക ജോലികൾ അന്തിമഘട്ടത്തിലാണ്. ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമാകുകയും നഗരപരിധിയിൽ സുരക്ഷ ഉറപ്പാവുകയും ചെയ്യുമെന്നാണ് നഗരസഭാ അധികൃതരുടെ പ്രതീക്ഷ. വിവിധ ഇടങ്ങളിലായി 21 തൂണുകളിൽ മൊത്തം 42 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ സ്കാൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ശേഷി കൂടിയ ക്യാമറകളും ഉൾപ്പെട്ടിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിനായുള്ള കേന്ദ്ര ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റിൽ നിന്ന് ₹1 കോടി ചെലവഴിച്ചാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരസഭയുടെ കിഴക്കേ അതിർത്തിയായ പ്ലാച്ചേരി, വടക്ക് നെല്ലിപ്പള്ളി, തെക്ക് വെട്ടിപ്പുഴ, പടിഞ്ഞാറ് ചെമ്മന്തൂർ എന്നിവിടങ്ങളുടെ പരിധിയിൽ കല്ലടയാറിന് കുറുകെയുള്ള പാലം, ചൌക്ക, MLA റോഡ്, ചന്ത തുടങ്ങിയ മേഖലയിൽ ഉൾപ്പെടെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരസഭാ കാര്യാലയത്തിലാണ് ഇവയുടെ ഏകോപനവും നിരീക്ഷണവും. പോലീസ് സ്റ്റേഷനിൽ കൂടി നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിനും ആലോചിക്കുന്നുണ്ട്. നഗരത്തിൽ വ്യാപകമായി മാലിന്യം തള്ളുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആശയം നഗരസഭ നടപ്പിലാക്കിയത്. ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളമെടുക്കുന്ന കല്ലടയാറ്റിൽ വരെ മാലിന്യം തള്ളുന്നുണ്ട്. മാർച്ച് 31-നകം പദ്ധതി നടപ്പാക്കാനായിരുന്നു നഗരസഭയുടെ ശ്രമമെങ്കിലും തെരഞ്ഞെടുപ്പ് നടപടികളുടെ പശ്ചാത്തലത്തിൽ ക്യാമറ സ്ഥാപിക്കുന്ന ജോലികൾ മന്ദഗതിയിലാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.